ഹായ് ഓൾ. ഈ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കുക. ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ചുമ്മാ കൊടുത്തതാണോ? അല്ല. ഇത് 2025 ജെയ് മെയിൻ ഫേസ് 1 മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത് പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജോയിന്റ് അതേപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ആയി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കണ്ടാണെന്ന് അറിയാം. ഓക്കെ, ഇനി ഞാൻ അടുത്ത സെറ്റ് ഓഫ് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയാട്ടെ, ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാം. നേരത്തെ കണ്ടതുമായിട്ട് സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സെയിം ക്വസ്റ്റ്യൻ ഒന്നും അല്ല, പക്ഷെ അതേ കോൺസെപ്റ്റ് എന്നാണ്. ആ സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത് 2025 ജെയ് മെയിൻ ഫേസ് 2 എന്താക്കിയതാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഞാൻ 2024 ഒരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഫേസ് 1 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിയുന്നവർക്ക് അറിയാം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ന്യൂട്ടൺസ് തിയറം എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2024 ജെയ് മെയിൻ ഫേസ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടാൽ ഞെട്ടരുത്, ഇത് 2024 ജെയ് മെയിൻ ഫേസ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫേസ് 1 ന്യൂട്ടൺസ് തിയറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ നോക്കിയാട്ടെ, ഫേസ് 2 കണ്ടമാനം ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താക്കിയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫേസ് 1 ചെയ്ത് പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തറവായി പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫേസ് 2 നമുക്ക് എന്താണ് സ്കോർ ഉയർത്തുവാൻ അവിടെ ഒരു അവസരം എന്താകാണ് ഒരുങ്ങി വരികയാണ്. തറവായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്നാലും പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഇനിയുമുണ്ട് എക്സാമ്പിൾ 2024 തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മോഡുലസിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫേസ് 1 ചോദിച്ചാണ്. 2024 ഫേസ് 2 അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്താക്കിയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെയ്ക്ക് പൊതുവെ ചെറുതായിട്ടൊരു ട്രെൻഡ് നമുക്ക് ഏകദേശം പറയാൻ വേണ്ടി പറ്റും. അത് ഉറപ്പിച്ച് പറയുന്നൊന്നുമല്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന വെച്ചാൽ ഫേസ് 1 ചോദിച്ച കോൺസെപ്റ്റിൽ നിന്ന് തന്നെ ഫേസ് 2 കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു സാധ്യത നമുക്ക് എന്താക്കാം അവിടെ കാണിക്കാം. സാധ്യത എന്താണ് ഞാനിങ്ങനെ പറഞ്ഞു കരുതി അത് മാത്രം ചെയ്തു പോകണമെന്നല്ല പറഞ്ഞത്. ഫേസ് 1 നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞത്. അത് മാത്രം ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഫേസ് 1 നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഫേസ് 2 എന്താക്കാനുണ്ട്, വരാൻ സാധ്യതയുണ്ട്. 2026 ഇതേ ഒരു ട്രെൻഡ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫേസ് 1 ക്വസ്റ്റ്യൻസ് നമ്മളെ തറവായി അടിപൊളിയായിട്ട് അത് കീറി മുറിച്ചതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള അല്ലെങ്കിൽ അവസരം നമ്മൾ എവിടെ തരുന്നുണ്ട്, LMRP ഫേസ് 2 സൈലത്തിന്റെ LMRP എക്സ്ക്ലൂസീവ് കോഴ്സിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതിൽ 2026 ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് ട്രെൻഡിനെ ആധാരമാക്കിയിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. 2026 മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിലേക്ക് നോക്കി ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് എന്താക്കുക ഡിസ്കസ് ചെയ്യുക. അത് മാത്രമല്ല, LMRP ഫേസ് 2 കോഴ്സിൽ വളരെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റുകളുണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ GIB ഉൾപ്പെടെ പെടും. മോക്ക് ടെസ്റ്റുകൾ എഴുതൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫേസ് 1 എഴുതുന്ന സമയത്ത് നിങ്ങൾ നേരിട്ട പല ചലഞ്ചും മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് എഴുതാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മൊഡ്യൂൾ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, GIB ഒക്കെ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് LMRP ഫേസ് 2. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മക്കളെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് Xylem ഫേസ് 2 തരുന്ന ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആണിത്. സോ കാണാം. ഓൾ ദി ബെസ്റ്റ്.